നമസ്കാരം. ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട അവസാന വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോയിലോട്ട് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡ്രൈവേഴ്സ് അവേഴ്സ് റെഗുലേഷൻ ആണ്. ഡ്രൈവേഴ്സ് അവേഴ്സ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോജിസ്റ്റിക് ഓപ്പറേഷൻസിൽ വാഹനങ്ങളിൽ ഡ്രൈവേഴ്സിനെ യൂസ് ചെയ്യും. അതായത് ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഡ്രൈവേഴ്സ് ആവശ്യമാണ്. അപ്പൊ ഡ്രൈവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ആദ്യ ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് റൂൾസ് ലിമിറ്റിംഗ് ദ വർക്കിംഗ് അവേഴ്സ് ഓഫ് ഡ്രൈവർ ടു പ്രിവെന്റ് ഫാറ്റീഗ് ആൻഡ് എൻഹാൻസ് റോഡ് സേഫ്റ്റി. ഡ്രൈവേഴ്സ് അവേഴ്സ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റി ഉറപ്പാക്കുക, അതുപോലെ തന്നെ ഡ്രൈവേഴ്സിന്റെ വർക്കിൽ വരുന്ന ഫാറ്റീഗ്, അവരുടെ ക്ഷീണം, അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യുക, അവരുടെ ഒരു എഫേർട്ടിനെ നമ്മൾ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നതിലൂടെ, ഈ ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. These regulations are primarily governed by Motor Vehicle Act 1988. 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ് ഈ ഡ്രൈവേഴ്സ് അവേഴ്സ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. 1961 മോട്ടോർ വെഹിക്കിൾ വർക്കേഴ്സ് ആക്ടും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ഡ്രൈവേഴ്സ് അവേഴ്സ് റെഗുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകൾ എന്ന് പറയുന്നത്. ഇനി ഇതില് എന്താണ് ഡ്രൈവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത്? ഒരു ഡ്രൈവർക്ക് മാക്സിമം 8 മണിക്കൂർ ഒരു ദിവസം വാഹനം ഓടിക്കാൻ പാടുള്ളൂ. ആ 8 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പാടില്ല. അതായത് 5 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ 30 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. 30 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ ബാക്കി വരുന്ന 3 മണിക്കൂർ അവർക്ക് വാഹനം ഓടിക്കാൻ പാടുള്ളൂ. ഇനി മറ്റൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, total work should not exceed 10 to 12 hours per day depending on the state rule. അവരുടെ ടോട്ടൽ വർക്ക് എത്ര കൂടാനും പാടില്ല, 10 to 12 hours കൂടാനും ഒരു ദിവസത്തിൽ പാടില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്, maximum of 8 hours of continuous driving per day with a mandatory break of at least 30 minutes after 5 hours of work. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 മണിക്കൂറാണ്, അതിൽ 5 മണിക്കൂർ ഓടിച്ചതിന് ശേഷം 30 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, ബാക്കി 3 മണിക്കൂർ പിന്നീട് ഓടിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, മാക്സിമം ഓഫ് 48 hours വർക്ക് പെർ വീക്ക്. അതായത് ഇവർക്ക് മാക്സിമം ഓടിക്കാൻ പറ്റുന്നത് ഒരു വീക്കിൽ 48 hours ആണ്. അതിനപ്പുറത്തോട്ട് 6 ദിവസം അവർ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 24 മണിക്കൂർ റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യലും ഡ്രൈവേഴ്സ് അവേഴ്സ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, എ ട്രക്ക് ഡ്രൈവർ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ഫ്രം ഡൽഹി ടു മുംബൈ. അതായത് ഡൽഹിയിൽ നിന്ന് മുംബൈയിലോട്ട് ഗുഡ്സ് കൊണ്ടുപോവാണ്. ഏകദേശം 1400 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കുക ഇതൊരു ലോങ് ഹോൾ ലോജിസ്റ്റിക്സ് ആ, കാരണം 500 കിലോമീറ്ററിൽ കൂടുതലാണ്. ഇതില് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്, ഓഗസ്റ്റ് 13, 2025. ഇദ്ദേഹം 5 മണിക്കൂർ യാത്ര ചെയ്തതിനു ശേഷം 6 മണിക്ക് തുടങ്ങിയ യാത്ര 5 മണിക്കൂർ യാത്ര ചെയ്ത് 11 മണിയാകുമ്പോഴേക്കും അദ്ദേഹം ഒരു 30 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് അദ്ദേഹം പിന്നീട് യാത്ര കണ്ടിന്യൂ ചെയ്യാം 30 മിനിറ്റിന് ശേഷം. പക്ഷെ അദ്ദേഹം 2 മണിക്കുള്ളിൽ ആ യാത്ര കംപ്ലീറ്റ് ചെയ്ത് നിർത്തണം. അന്നത്തെ യാത്ര നിർത്തണം. ടോട്ടൽ 8 hours ആവും അപ്പോഴേക്കും. അതിൽ കൂടുതൽ അദ്ദേഹം എന്ത് ചെയ്യണ്ട, യാത്ര ചെയ്യണ്ട. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യണം, 11 hours റെസ്റ്റ് എടുക്കണം. എന്നിട്ട് തൊട്ടടുത്ത യാത്ര എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. വീക്കിലി അദ്ദേഹം അങ്ങനെ 48 മണിക്കൂർ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതുമാണ് ഡ്രൈവേഴ്സ് അവേഴ്സ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ വീഡിയോന്റെ അവസാന പാർട്ടായിട്ട് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് റോഡ് ട്രാൻസ്പോർട്ട് ഡയറക്റ്റീവ്സ് ആണ്. ആരാണ് ഈ റോഡ് ട്രാൻസ്പോർട്ട് ഡയറക്റ്റീവ്സ് കൊണ്ടുവന്നത്, അഥവാ റോഡിൽ ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? കൊണ്ടുവന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ആണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കൊണ്ടുവന്നതിന് പിന്നിലുള്ള അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റി ഉറപ്പാക്കുക, അതുപോലെ തന്നെ ഇതൊക്കെ ഒരു പോളിസീസും റെഗുലേഷൻസും ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള, റോഡ് സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പോളിസീസും റെഗുലേഷൻസും ആണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ടു എൻഹാൻസ് മൊബിലിറ്റി, ലോജിസ്റ്റിക് ഓപ്പറേഷൻ ഈസി ആയിട്ട് നടത്തുക, സേഫ്റ്റി ഉറപ്പാക്കുക, എഫിഷ്യൻസി ഉറപ്പാക്കുക, സസ്റ്റൈനബിലിറ്റി ഉറപ്പാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് പിന്നിൽ അവർ ഉദ്ദേശിക്കുന്നത്.
അതായത് ഈ നിയമം റോഡ് ട്രാൻസ്പോർട്ട് ഡയറക്റ്റീവ്സ് റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ വേണമെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ പറയാം. അത് കൊണ്ടുവന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ ആണ്. അപ്പൊ അത് കൊണ്ടുവന്നതിന് പിന്നിലുള്ള ഉദ്ദേശം മൊബിലിറ്റി, സേഫ്റ്റി, എഫിഷ്യൻസി ആൻഡ് സസ്റ്റൈനബിലിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു നിയമം ബാധിക്കുന്നത് ഏകദേശം 87% ഓഫ് പാസഞ്ചേഴ്സിനെയും 61% ഓഫ് ഫ്ലൈറ്റ് ട്രാൻസ്പോർട്ടിനെയും ഈ ഒരു നിയമം കവർ ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ വിദ്യാർത്ഥികൾ ഓർത്തു വെക്കുക. അപ്പൊ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളും മര്യാദകളെയും കുറിച്ചുള്ള റൂൾസും പോളിസീസും റെഗുലേഷൻസിനെയും ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ട് ഡയറക്റ്റീവ്സ് എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി ഈ നിയമം ഏതൊക്കെ ആക്ട് പ്രകാരമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഒന്ന് മോട്ടോർ വെഹിക്കിൾ ആക്ട്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂള്, ക്യാരേജ് ബൈ റോഡ് ആക്ട്, റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട്, ദെൻ നാഷണൽ റോഡ് സേഫ്റ്റി ആക്ട്, നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി ആക്ട് പ്രകാരമാണ് ഈ ഒരു ഡയറക്റ്റീവ്സ് അവർ ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഡയറക്റ്റീവ്സിന്റെ ബേസ് ചെയ്തുകൊണ്ട് ഏത് നിയമപ്രകാരം എന്ന് ചോദിക്കുമ്പോൾ അത് ഈ ഒരു നിയമ സംവിധാനം പ്രകാരമൊക്കെയാണ് ഈ ഒരു ഡയറക്റ്റീവ്സ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റീവ്സ് എന്തൊക്കെയാന്നുള്ളത്, പ്രധാനപ്പെട്ട അവർ നിർദ്ദേശിക്കുന്ന റെഗുലേഷൻസ് ഏതൊക്കെയാന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് വെഹിക്കിൾ രജിസ്ട്രേഷൻ ആൻഡ് പെർമിഷൻ ആണ്. ഇവിടെ പറയുന്നുണ്ട് ഓൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ റിക്വയർ എ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ഫോർ ഇന്റർസ്റ്റേറ്റ് ട്രാവൽ എ നാഷണൽ പെർമിറ്റ് അണ്ടർ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂള്. എല്ലാ വാഹനങ്ങൾക്കും, അതായത് ലോജിസ്റ്റിക് കോർപ്പറേഷനിലുള്ള എല്ലാ വാഹനങ്ങൾക്കും അവർക്ക് വെഹിക്കിൾ രജിസ്ട്രേഷൻസ് വേണം. അത് നാഷണൽ പെർമിറ്റ് ആണെങ്കിലും സ്റ്റേറ്റ് പെർമിറ്റ് ആണെങ്കിലും ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് നാഷണൽ പെർമിറ്റ് വേണം. അത്തരത്തിലുള്ള ഒരു വെഹിക്കിൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വെഹിക്കിൾ രജിസ്ട്രേഷൻ ഫോം, അതായത് RC വേണം, അതുപോലെ തന്നെ അതിനുള്ള പെർമിറ്റും വേണം എന്ന് പറയുന്നത്. ഇവിടെ ഗുഡ്സ് ക്യാരേജ് ലിമിറ്റ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ക്യാരേജ് ലിമിറ്റഡ് ടു 12 years ആണ്. സാധാരണ നമ്മുടെ ലോറികൾക്കൊക്കെ 12 വർഷമാണ് കൊടുക്കല്. എന്നാൽ മൾട്ടി ആക്സിൽ വെഹിക്കിൾസിന് 15 വർഷത്തെ രജിസ്ട്രേഷൻ ഇവരെ കൊടുക്കാറുണ്ട്, വാഹനത്തിന്റെ കാലാവധി. മറ്റത് സാധാരണ നോർമൽ 12 വർഷമാണ്. ഇനി മൾട്ടി ആക്സിൽ, അതായത് 4 ചക്രത്തിന് അപ്പുറത്തോട്ട് നമ്മൾ കുറെ വീലുള്ള ലോറികൾ കാണാം, അതിനെയാണ് മൾട്ടി ആക്സിൽ എന്ന് പറയുന്നത്. അതിന് 15 വർഷത്തോളം നമ്മൾ അവർക്ക് പെർമിറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ ഇനി പറയുന്നത് മാക്സിമം സേഫ് ആക്സിൽ വെയിറ്റ് 2018 അപ്ഡേറ്റ് പ്രകാരം സിംഗിൾ ആക്സിൽ അഥവാ 2 ടയറുകളുള്ള ലോറികൾ അതിന് 7.5 ടൺ വരെ കൊണ്ടുപോകാൻ പാടുള്ളൂ. ടാൻഡം ആക്സിൽ 21 ടൺ കൊണ്ടുപോവാം. ഇനി ട്രൈ ആക്സിൽ 27 ടൺ എന്ത് ചെയ്യുക, കൊണ്ടുപോവാ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാ. ഇതില് നിങ്ങൾക്ക് ടാൻഡം ആക്സിലും ട്രൈ ആക്സിലും ക്ലിയർ ആയിട്ടുണ്ടാവില്ല, അതാണ് ഇവിടെ കാണുന്നത്. ടാൻഡം ആക്സിൽ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ലോറികളാ, 3 വീലുള്ള ലോറികള്. ദെൻ ട്രൈ ആക്സിൽ എന്ന് പറഞ്ഞാൽ മൂന്നോ അതിൽ കൂടുതലോ വരുന്നതിനെയാണ് നമ്മൾ ട്രൈ ആക്സിൽ എന്ന് പറയുന്നത്. മാത്രമല്ല സ്പീഡ് ലിമിറ്റിനെ കുറിച്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്പീഡ് ലിമിറ്റിലോട്ട് വരുന്ന സമയത്ത് എക്സ്പ്രസ് ഹൈവേകളിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പാടുള്ളത് 80 km/h. ദെൻ 4 ലൈൻ ഡിവൈഡഡ് റോഡ്സുകൾ, 4 വരി പാതകളിൽ 80 km. വിത്തിൻ മുനിസിപ്പൽ ലിമിറ്റ്, മുനിസിപ്പാലിറ്റിക്കുള്ളിലാണ് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 60 km. അതർ റോഡ്സിലൊക്കെ നിങ്ങളുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 60 km കൊണ്ടുപോകാൻ പാടുള്ളൂ. നിങ്ങൾ 50,000 രൂപക്ക് ഗുഡ്സ്, 50,000 രൂപക്ക് മുകളിലുള്ള ഗുഡ്സ് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ അതിന് GST ബില്ല്, E-way ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഡ്രൈവേഴ്സ് റെഗുലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, തുടർച്ചയായിട്ട് 8 മണിക്കൂർ, മാക്സിമം ഒരു ദിവസം 8 മണിക്കൂറേ പാടുള്ളൂ. അതിൽ 5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 മിനിറ്റ് റെസ്റ്റ്, ദെൻ അതിനുശേഷം 3 മണിക്കൂർ യാത്ര എന്നുള്ളതാണ് ഡ്രൈവേഴ്സ് അവേഴ്സ് റെഗുലേഷനിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല 6 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ 24 മണിക്കൂർ റെസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ സേഫ്റ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ റോഡ് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം കൈക്കൊള്ളേണ്ടതുണ്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. അതായത് ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ഫോളോ ചെയ്യണം, അത് വിയർ ചെയ്യേണ്ടതുണ്ട്. ദെൻ മറ്റൊന്ന് പറയുന്നത് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 4th മൊഡ്യൂളാണ്. ഉടനെ തന്നെ അതിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമാവും. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു.